ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. പുൽപ്പറ്റ കാവുങ്ങപ്പാറ സ്വദേശിനിയായ യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അയൽവാസികളും ബന്ധുക്കളും അടങ്ങുന്ന ചിലർ ശാരീരികമായി ഉപദ്രവിക്കുകയും യുവതിയുടെ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും ചെയ്ത കേസിലാണ് പോലീസ് അനാസ്ഥ തുടരുന്നതായി ആരോപിക്കുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിലും യുവതി തന്നെ പീഡിപ്പിച്ചവരെക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട യുവതിയുടെ മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നുമുള്ള പോലീസ് ഭാഷ്യം പ്രതികളെ സഹായിക്കുന്നതിനും കേസ് നീട്ടിക്കൊണ്ടുപോകാനും വേണ്ടിയാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കേസ് ഈ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇരയാക്കപ്പെട്ട യുവതിയുടെ കുടുംബവുമായി ചേർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഒരുക്കുമെന്ന് SDPI സംഘടന പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിരന്തരം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നല്ല മനസ്സിന്റെ ഉടമകൾ ഞങ്ങൾക്കൊപ്പം കൂടെ നിന്നുകൊണ്ട് ഇപ്പോഴും അവർ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ട്, എല്ലാ സപ്പോർട്ടായിട്ടും. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ഞങ്ങളെ സംസാരിച്ചതും ഞങ്ങളെ വീട്ടിൽ കയറി ഒന്ന് ആക്രമിക്കാനും പല സംഭവങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ അന്വേഷണ ചുമതലയില്ല ഈ വ്യക്തികളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞതാണ് നിങ്ങളുടെ വീട് കുറ്റിയിട്ടിട്ട് അവിടെ ഇരുത്തി പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോ പിന്നെ ഇനി ആരും വെല്ലടിച്ചാല് വാതിൽ തുറക്കണ്ടെന്നാണ് മൂപ്പര് തന്നത് മറുപടി. ഈ ഒരു എന്താ പറയാ വല്ലാതെ വേനലിലെ ഒരു ജനകമായ സംഭവത്തിലാണ് ഞങ്ങൾക്കൊക്കെ കടന്നു പോകുന്നത്. ഞങ്ങൾ എല്ലാ നിലക്കും ഒറ്റപ്പെട്ട അവസ്ഥയില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. അപ്പോൾ ഈ സമൂഹത്തിൽ ഇനി വരുന്നൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾ നാളെ ഒരു സ്കൂൾ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു നീച പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തരാണെന്നുള്ളൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതികൾക്ക് എപ്പോഴും ഞങ്ങൾ വളരെ ഒരു എന്താ പറയുക ഒന്നും ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നെളിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ കാണുന്നുണ്ട്. ഇവർക്ക് പണവും സ്വാധീനമുണ്ട്, ഞങ്ങൾക്കതില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ നമുക്ക് വളരെ ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മാസമായിട്ട് ഞാനിതിൽ ജോലിക്ക് കൂടി പോകാതെ അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിൽ തന്നെ ഞങ്ങൾ നീതി കിട്ടണം. ഇല്ലത് എന്തായാലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഫാമിലിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. SDPI ഭാരവാഹികളായ VP നൌഷാദ്, V യൂസഫ്, സൈനുലാബ്ദീൻ വാളപ്ര, യുവതിയുടെ ബന്ധുക്കളായ ഷെരീഫ, സജിത, മുഹമ്മദ് അബ്ദുൽ നജീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.